നല്ല ചക്കപ്പുഴുക്കും മീൻ മുളകിട്ടതും. കുറച്ചെങ്കിലും വായിൽ വെള്ളം വന്നില്ലേ? അതാണ് നമ്മളിന്ന് ഒരുമിച്ച് പാക്ക് ചെയ്യാൻ പോകുന്നത്. നല്ല പെടക്കണ മത്തിയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. പെടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കാണുമ്പോൾ ഇല്ല, പക്ഷെ നമുക്ക് ആ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല നെയ്യുള്ള വലിയ മത്തി. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പോകുന്ന സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കും. ഈ മീനിൻ്റെ ഉള്ളിലുള്ള മുട്ടയെ നിങ്ങൾ എന്താ വിളിക്കുക? ഞാൻ പറയും എണറെന്ന്. കല്യാണം കഴിച്ചെടുത്ത് പറയും പഞ്ഞീനെന്ന്. പഞ്ഞീൻ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. അവർ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനും ആലോചിച്ചത്, ഈ എണറും മീനിൻ്റെ മുട്ടയും തമ്മിൽ എന്താണ് ബന്ധം? ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പമുള്ള പുളി എടുത്തു നമ്മൾ. അതിൽ വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് 4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 പച്ചമുളകും, പിന്നെ വലിയ തക്കാളി, ഒരു 1.5 തക്കാളി, ഇഷ്ടമുള്ള അത്ര വെളുത്തുള്ളിയും നമുക്ക് എടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കാം. പിന്നെ നിറച്ചും കറിവേപ്പില. അത് നാടനായാല് അസലായി. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത്ര വെളുത്തുള്ളിയും ഇഷ്ടമുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അധികം കറിവേപ്പില ഇട്ടിട്ടാണ് നമ്മളുടെ മീന് മുളകിടേണ്ടത്. ഓരോ ഫുഡിനും ഓരോ രീതിയിലാണ് മീൻ മുളകിടുക. ഇപ്പം നമ്മുടെ ഇടിയപ്പോ അല്ലെങ്കിൽ പൊറാട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിടുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി കിട്ടുക. പക്ഷെ നമ്മുടെ ഈ ചക്കപ്പുഴുക്കിനോ കപ്പ പുഴുങ്ങിയതിനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ചോറിന് അതിനൊരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. എൻ്റെ സിസ്റ്റർ ഇൻ ലോ അവളുടെ ഹസ്ബൻഡിൻ്റെ ബാച്ചിലേഴ്സ് ആയ ഫ്രണ്ട്സിന് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഷീറോ ഹോം ഫുഡ് ആപ്പ്. അവരും ഇതുപോലെ തന്നെ വീട്ടിലുള്ള ഫുഡ്, അതായത് നമ്മുടെ അമ്മമാരെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ഫുഡ് ആപ്പാണ് അവരുടേത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടെ പൊടിച്ചിട്ടിടണം. നമ്മളിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് മീനിടുന്നത്. ഇതാ നന്നായിട്ട് കുറുകിയില്ലേ? അപ്പൊ നമ്മൾ നല്ലോണം തക്കാളിയും ചുവന്നമുളകും ഒക്കെ ഇടുമ്പോഴാണ് ഇങ്ങനത്തെ നല്ലൊരു റെഡ് കളറ് കിട്ടുക. എനിക്ക് ആ റെഡ് കളറ് വേണം കറിക്ക്. പിന്നെ അതിലേക്ക് ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അവരെയൊക്കെ ഒന്ന് താലോലിച്ചു. അതിൻ്റെ മേലേക്കൊക്കെ കുറച്ച് ഇതാക്കി. നല്ല സ്ട്രോങ് ആയിട്ടൊന്നും ആക്കരുത്, കാരണം അതൊക്കെ മുറിഞ്ഞു പോവും. പിന്നെ ഇതിങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോഴുള്ള ഒരു രസം ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുക. ഇങ്ങനെ തിളച്ച് വരുമ്പോഴുള്ള ആ ശബ്ദവും ഒക്കെ ഭയങ്കര രസമല്ലേ. അങ്ങനെ നമ്മുടെ മീൻ അവിടെ സുഖനിദ്രയിൽ ആറാടട്ടെ അല്ലേ. ഇതാണ് നമ്മുടെ ചക്ക. ഇപ്പോൾ ചക്ക സീസൺ ആണോ എന്ന് ചോദിക്കാൻ വരട്ടെ. ഇത് നമ്മുടെ അമ്മ നമ്മളോട് കാട്ടുന്ന കരുതലിൽ നിന്നുള്ളൊരു ഭാഗമാണ്. 6 മാസത്തോളം പഴക്കം ഉണ്ടാവും ഇതിന്. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുക, അണ്ണാറക്കണ്ണന്മാരെ കുഴി കുത്തിയിട്ട് വിന്ററിലേക്ക് ഫുഡ് ശേഖരിക്കണ പോലെ മരംകൊത്തികള് മരപ്പൊത്തില് ആക്രോൺസ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ ഉമ്മ പാടത്തും പറമ്പിലും ഒക്കെ നടന്നിട്ട് ഓരോ സീസണിലും കിട്ടുന്ന പഴങ്ങള് വ്യത്യസ്ത ദിക്കിലുള്ള ഞങ്ങൾ 7 മക്കൾക്കും എപ്പോൾ വന്നാലും കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്നു. വിവിധ രീതികളിലാണ് ഇതിന്റെ സ്റ്റോറേജ്. ഈ ചക്ക എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞളിട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. ഇതുപോലെ പഴുത്തയും പച്ചയുമായ എല്ലാ പഴങ്ങളും മക്കൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കും ഉമ്മ. ഇങ്ങനെ നമ്മുടെ അമ്മമാരെ പോലെ കരുതലുള്ള എത്ര ജീവികളെയാണ് നിങ്ങൾക്കറിയാം? ഒന്ന് കമന്റ് ചെയ്തേ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ ഈ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഭാഗം കൊണ്ടാണ് നമ്മളിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല, എന്തായാലും കുറച്ചവിടെ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് ഇതിൽ നിന്നെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മാത്രമാണ് നമുക്കിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇടാം,
കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കാം. ഇതിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളവും ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ഇല്ലാത്ത ചക്കയാണെങ്കിൽ നമ്മളിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ടാണ് വേവിക്കുക. ഇതിന് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇന്ന്. കാരണം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല വെന്തുടഞ്ഞിട്ടുള്ള ചക്കപ്പുഴുക്കാണ്. ഇതാ നമ്മുടെ മീൻകറി ഒന്ന് നോക്കിയാലോ. നോക്കിയേ, നല്ല ഭംഗിയായിട്ട് വന്നില്ലേ, കുറുകി മീനൊക്കെ വെന്ത് നല്ല രസത്തിലായിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പിലയും ഇട്ട് അവിടെ മൂടി വെച്ചു. മീൻ മുളകിട്ടത് എപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ രുചി മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇത് നമ്മുടെ ചക്കപ്പുഴുക്കിനുള്ള കാര്യമാണ്. തേങ്ങ എടുക്കുക, ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക, അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ ചെറിയ ജീരകവും നമ്മൾ ഇടുക. ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എനിക്കതിന് കളർ കുറച്ച് കുറയുമോ എന്നൊരു സംശയമായി. അതുകൊണ്ടാണ് കുറച്ച് വെള്ളവും ചേർത്തിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ നല്ല വെന്തുടഞ്ഞ ചക്കയാണ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട്, അത്യാവശ്യം നന്നായിട്ട്, കറിയുടെ അത്ര വേണ്ട എങ്കിലും ചമ്മന്തി പോലെ അല്ലാത്ത വിധത്തിൽ അരച്ചെടുക്കുന്നു. കുറച്ചുകൂടെ കറിവേപ്പില നമ്മൾ ചേർക്കുന്നുണ്ട്. എൻ്റെ കുക്കിംഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് കറിവേപ്പിലയോടുള്ളൊരു പ്രത്യേക താല്പര്യം. ആഹാ, എന്ത് രസമാണ്! ഇതിൻ്റെ സ്മെല്ലൊക്കെ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല മണം വരുന്നുണ്ട്, അടിപൊളിയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ നോക്കാം. എല്ലാം ഒന്നും പറയാനില്ല, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറേ കാലമായി ഈ ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചിട്ട്. ചക്കപ്പുഴുക്കും മത്തിമുളകിട്ടത് കിട്ടില്ലനല്ലേ. ഇതാ നമ്മൾ ഇതിലേക്ക് ഒന്ന് തൂമിച്ചിടുകയാണ്. കടുകും കറിവേപ്പിലയും അത് തന്നെ. ആ വെളിച്ചെണ്ണയുടെ മണം പരന്നൊഴുകുന്നുണ്ട് ഇവിടെ. അത് നമ്മുടെ ചക്കയിൽ അങ്ങ് നിറയട്ടെ. ആ കുട്ടിക്കാല ഓർമ്മയിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കഞ്ഞിച്ചോറ്, കഞ്ഞി പോലെ വെന്തിരിക്കണ ചോറും അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല മുളകൊക്കെ ചുട്ടിട്ടുള്ള മാങ്ങാ ചമ്മന്തി. അമ്മയിൽ അരച്ചെടുത്ത ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഞാനിതിൽ നിന്ന് ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പുഴുക്ക്. വാവ്, നമ്മുടെ മീൻകറി. ആഹാ, നല്ല രസമില്ലേ? ഇങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നറിയാവോ? ഒരു മൺചട്ടി വെച്ച് അതിൽ വാട്ടിയ ഇലയും അതിൻ്റെ മേലെ നല്ല വെന്ത ചോറും പിന്നെ നമ്മുടെ ചക്കപ്പുഴുക്കും നാടൻ മത്തി വരട്ടിയതും അതിലിങ്ങനെ കുറച്ച് മാങ്ങാ ചമ്മന്തിയും പിന്നെ ഉണ്ടെങ്കിൽ 2 ഉണക്കൽ മീനും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ. ആ അടുക്കളത്തണയിൽ പണ്ട് നമ്മുടെ അനിയന്മാരുടെയോ അനിയത്തികളുടെയോ നാരായണേടത്തിയുടെയോ കണ്ണച്ചൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കഴിച്ചിട്ടുള്ള ആ ഒരു ഗൃഹാതുരത്വം, അതാണ് നമ്മൾ ഹോം കുക്കിങ്ങിലൂടെ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും പകരുന്നത് ആളുകൾക്ക്. അമ്മമാരെപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് ഈ വീട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്ന് അമ്മമാർ അവരുടെ കരുതലിലൂടെ നമ്മളെ കാണിക്കുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കരുതലും എനിക്ക് തന്നേക്കൂ. ആ ലൈക്ക് ബട്ടണിലൂടെ